ഈശോയുടെ കാരണത്തിൻ്റെ വിലയറിഞ്ഞവൻ. കാസിയസ് ലോങ്ഗിനസ്. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വചനം. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. ഈ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ദൃശ്യാവിഷ്കാരം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഇന്നത്തെ വിജയത്തിന് കാസിയസ്, നീ യുദ്ധവീരനാണ്, എന്റെ ജീവൻ രക്ഷിച്ചവൻ. റോമ സാമ്രാജ്യത്തിന്റെ സൈന്യാധിപനാവാൻ നിന്നേക്കാൾ യോഗ്യനായി ഇന്ന് ആരുണ്ട്? ഉറപ്പായും നമ്മുടെ സൈന്യത്തിൽ ഏറ്റവും മികച്ചവൻ കാസിയസ് തന്നെ. കാസിയസ് കൂടെ ഉണ്ടെങ്കിൽ ആരോടും യുദ്ധം ചെയ്യാൻ നമുക്ക് ഭയമില്ല. സൈനികരെ, ദൈവപുത്രനെന്നും യഹൂദരുടെ രാജാവെന്നും സ്വയം പറഞ്ഞ് ജനങ്ങളെ വഴിതെറ്റിക്കുകയും പുരോഹിതരെയും നിയമജ്ഞരെയും റോമ സാമ്രാജ്യത്തെ തന്നെ അവഹേളിക്കുകയും ചെയ്ത യേശു ഒലിവുമലയിലുണ്ടെന്ന് വിശ്വസ്ത കേന്ദ്രത്തിൽ നിന്ന് സന്ദേശം ലഭിച്ചിട്ടുണ്ട്. കാസിയസ്, നീ ഇന്ന് വിശ്രമിക്കും. നിങ്ങളെല്ലാം ഉടനെ ഒലിവുമലയിലേക്ക് പുറപ്പെടും. ക്ഷമിച്ചാലും റോമ സാമ്രാജ്യത്തിന്റെ ദൗത്യങ്ങൾക്ക് മുന്നിൽ എന്റെ വിശ്രമത്തിന് സ്ഥാനമില്ല. നിങ്ങൾ അനുഗമിക്കാൻ എന്നെ അനുവദിച്ചാൽ. കാസിയസ്, നീ ഒരു യുദ്ധവീരനാണ്. നിനക്ക് 2 കണ്ണുകളും ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഒലിവുമല നമുക്ക് പരിചിതമല്ല. അവന്റെ സൈനിക ശക്തി നമുക്കറിഞ്ഞുകൂടാ. എന്നോട് ക്ഷമിക്കും. ഈ രാത്രിയിൽ നിന്റെ ഭാഗികമായ അന്ധത മൂലം നമുക്ക് യേശുവിനെ നഷ്ടപ്പെട്ടുകൂടാ. നീ നന്നായി യുദ്ധം ചെയ്തു. നിനക്ക് വിശ്രമം ആവശ്യമാണ്. മകനെ, നീ തിരിച്ചെത്തി. നിന്റെ വിജയം ഞാൻ അറിഞ്ഞു. എല്ലാം ദൈവനിശ്ചയം. നിന്റെ അധ്വാനത്തിന് ദൈവം കരുതി വെച്ച പ്രതിഫലം. എന്തു പറ്റി മോനെ? നിനക്ക് എന്തു പറ്റി? നിന്നെ ഇത്ര നിരാശനായി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ദൈവം നിന്നെ ഇത്ര അനുഗ്രഹിച്ചിട്ടും നീ അസ്വസ്ഥനായിരിക്കുന്നത് എന്തുകൊണ്ട്? ദൈവം ദൈവം ദൈവം, എത്ര യുദ്ധം ജയിച്ചാലും എത്ര സാമ്രാജ്യം കീഴടക്കിയാലും ഈ ഒറ്റക്കല്ലെന്ന വെളിയും ഒഴിവാക്കലും മാത്രം ബാക്കി. ഇതാണോ ദൈവാനുഗ്രഹം? മകനെ, ദൈവത്തിന്റെ സ്നേഹവും പദ്ധതികളും നമ്മുടെ ചിന്തകൾക്ക് അതീതമാണ്. നിന്റെ ഈ അന്ധതയാൽ തന്നെ ദൈവസ്നേഹം നീ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. അന്ന് അതിനെ തള്ളിക്കളയാൻ നിനക്കാവില്ല. കാസിയസ്, കാസിയസ്, മാർക്കസ്, നീ ഇവിടെ? കാസിയസ്, യേശുവിനെ നമ്മൾ ബന്ധനസ്ഥനാക്കി. ഇന്ന് കുരിശിലേറ്റന് ഉത്തരവായിരിക്കുന്നു. വേഗം എന്റെ കൂടെ കാപ്പിട്ടലേക്ക് വരിക. പിതാവേ, അങ്ങയെ പോലെ തന്നെ ദൈവത്തെ അന്ധമായി വിശ്വസിച്ച് ദൈവപുത്രൻ എന്ന് സ്വയം വീമ്പ് പുലമ്പുന്ന യേശു എന്ന നസ്രായനെ ഇന്ന് ഞങ്ങൾ കുരിശിലേറ്റാൻ പോവുകയാണ്. സ്വന്തം മകൻ എന്ന് അവകാശപ്പെടുന്ന അവനെ ദൈവം എങ്ങനെ സ്നേഹിക്കുമെന്ന് ഞാനൊന്ന് കാണട്ടെ.
തിരുശരീരങ്ങൾ കുരിശിൽ കിടക്കരുതെന്നും അവരുടെ കണങ്കാലുകൾ തകർത്ത് കുരിശിൽ നിന്ന് ഇറക്കാനും നിർദ്ദേശം നൽകപ്പെട്ടിരിക്കുന്നു. ദൈവപുത്രനാണ് പോലും ദൈവപുത്രൻ. ഇവ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്റെ കാഴ്ച എനിക്ക് എന്റെ കണ്ണുകൾ കൊണ്ടും കാണാം. മകനെ, നിന്റെ ഈ അന്ധതയാൽ തന്നെ ദൈവസ്നേഹം നീ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. അന്ന് അതിനെ തള്ളിക്കളയാൻ നിനക്കാവില്ല. സാമ്രാജ്യത്തിന് വേണ്ടി എന്റെ ജീവിതം അധ്വാനവും ഞാൻ മാറ്റിവെച്ചു. എന്റെ സ്നേഹം അറിയാൻ ഞാൻ ഒരുപാട് വൈകി. ഇനിയുള്ള എന്റെ യുദ്ധങ്ങൾ, നിന്റെ കരുതൽ ഈ ലോകം മുഴുവൻ പ്രഘോഷിക്കാനായിരിക്കും. ഈ ലോകം മുഴുവൻ പ്രഘോഷിക്കാൻ. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, ആഴമാർന്ന മഹത്യാഗത്തെ, പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകും നാഥൻ. ആദ്യമായി ഈശോയുടെ രക്തത്തിന്റെ മഹത്വം രുചിച്ചറിഞ്ഞ് പിന്നീട് ഈശോയ്ക്കായി ജീവിതം സമർപ്പിച്ച വിശുദ്ധ കാസിയസ് ലോമനസ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം.